ഹലോ ഗൈസ്, ഷൈനീൻ്റെ സംഭവം പോലെ തന്നെ വീണ്ടും ഒരു സംഭവം ആവർത്തിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, കോട്ടയത്താണ് സംഭവം. എക്സാക്ട് ഷൈനി എന്ന് വേണമെങ്കിൽ പറയാം. ജിസ്മോൾക്ക് സംഭവിച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൈനിക്കുണ്ടായിരുന്ന അതേ സംഭവം, പേരുകൾക്ക് മാത്രമാണ് മാറ്റം. ജിസ്മോൾക്ക് ഇങ്ങനെയൊരു അവസ്ഥ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും. ഷൈനിക്ക് നേരിട്ട അതേ സംഭവം, പക്ഷെ കുറച്ചും കൂടി വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഷൈനി ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, ജോലിയുണ്ട്, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വുമണും കുറച്ചും കൂടി സപ്പോർട്ടീവായ വീട്ടുകാരും ഒക്കെ തന്നെയായിരുന്നു. കല്യാണത്തിന് മുമ്പ് ജിസ്മോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അത്രയും തൻ്റെടവും ധൈര്യവും എല്ലാം ഉള്ളൊരു സ്ത്രീ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? അതും രണ്ടും മക്കളെയും കൂട്ടിക്കൊണ്ടാണ് പോയത്. ഷൈനിക്ക് എന്തൊക്കെ ഭർത്താവിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നു, അതെല്ലാം ജിസ്മോൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ശരീരത്തിൻ്റെ പേരിലും, നിറത്തിൻ്റെ പേരിലും, പണത്തിൻ്റെ പേരിലും, സ്ത്രീധനത്തിൻ്റെ പേരിലും എല്ലാം തന്നെ. ഭർത്താവിൽ നിന്ന് മാത്രമല്ല, ഭർത്താവിൻ്റെ അമ്മയിൽ നിന്നും നാത്തൂൻ്റെ നിന്നും എല്ലാ തരത്തിലും അവഗണനയും എല്ലാം സഹിച്ചാണ് ജിസ്മോൾ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സഹിച്ചതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഷൈനീനെ അപേക്ഷിച്ചിടത്തോളം അവൾക്ക് അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ ജിസ്മോൾക്ക് പണം ഉണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ജിസ്മോളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഷൈനിയെ സംബന്ധിച്ച് ഒരു സാഹചര്യവും ഇല്ലാണ്ടായപ്പോഴാണ് അവൾ അങ്ങനെ അത് ചെയ്തത്. ജിസ്മോൾക്ക് പക്ഷെ അങ്ങനെയല്ല, വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ജിസ്മോൾക്ക് ഒരു ആങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ആങ്ങളമാരുണ്ടാവുമെന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ധൈര്യമാണ്. കാരണം എന്തുണ്ടെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഒരാളാണല്ലോ എന്നുള്ള ഒരു ധൈര്യം കൂടിയാണ്. അപ്പോൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് എന്തായിരുന്നു എന്നുള്ളത് ജിസ്മോളെ അച്ഛനും ആങ്ങളെയും സംസാരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. എന്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം എന്തായാലും. ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ചയോട്ടോ എന്തോ ഉണ്ടായിട്ടുണ്ട്. അതെന്തായാലും കണ്ടുപിടിക്കണം. കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട്. ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട്, പിന്നെ അമ്മ ഉണ്ട്, പിന്നെ ജിമ്മി. പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കുകൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തരുന്നുണ്ട്. എന്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു. പുള്ളി തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണം പറയും. ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടുപോയി കൊടുത്തു. ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുമായിരുന്നു. പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല. ഞങ്ങൾ എൻ്റെ കസിൻസിൻ്റെ ഒരു കല്യാണത്തിന് ഞാൻ ചേച്ചിനെ വിളിച്ചോണ്ട് പോയത് കള്ളം പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന്. വിടത്തില്ല അവര്. ചേച്ചിനെ പിടിച്ചിരിച്ചേക്കുമായിരുന്നു. പോവാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ജിസ്മോൾക്ക് ഉണ്ടായിരുന്നില്ല. സ്വന്തം വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒളിച്ചും പാത്തുമായിരുന്നു ജിസ്മോൾ പോയിട്ടുണ്ടായിരുന്നത്. ജിസ്മോൾ അവിടെ നേരിട്ടിട്ടുള്ള എല്ലാ പ്രശ്നവും സഹോദരനും അറിയാമായിരുന്നു. ഇനി നമുക്ക് ജിസ്മോളുടെ അച്ഛൻ്റെ ഒരു വീഡിയോ കാണാം. ഞാൻ നിയമപരമായിട്ട് അങ്ങേ അറ്റം പോയി എൻ്റെ മക്കൾക്ക് വേണ്ടി പോകും. ഏത് അറ്റം വരെ പോകും. അതേ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ UK നിന്ന് വിളിച്ചവളെ. അപ്പോൾ അവൾ വിളിച്ചിട്ട് എടുത്തില്ല. വിഷു അല്ലേ എടുക്കുന്നില്ലെന്ന്. വീട്ടിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ ഒതുക്കുമായിരുന്നു. അവിടെ എല്ലാവരുമായിട്ട് ഇവിടെ കൊച്ചിവിടെ ഓഫീസിലാണ്. ഇവിടെ ഓഫീസിൽ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലയിൽ ഒരു പാടുണ്ട്. ഞാൻ ചോദിച്ചത് എന്നാ പിടിച്ചതാ മാനേന്ന് ചോദിച്ചു. നേരം പറഞ്ഞു ഇത് കൊണ്ടതാന്ന് പറഞ്ഞു. കഥകിട്ട് പിടിച്ചതാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ ചേട്ടാ എന്നെ പിടിച്ച് ഭിത്തിക്കിട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു. നീ എന്ത് വേണ്ടി പറയാൻ? പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് ഓർത്താ. നീ പപ്പായോട് പറഞ്ഞെന്ന് പറഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയത്. അതുകൊണ്ട് എനിക്കൊരു കുടുംബം വേണ്ടേ. തന്നെയല്ല അവൾ വക്കീലാണ്. അവൾക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യമില്ല. ഏതറ്റം വരെ ഞാൻ നിയമപരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെന്ന് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ കുടുംബങ്ങളല്ലേ എന്നോർത്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്കതൊന്നും ഇപ്പം പറയാനുള്ള. അപ്പോൾ അച്ഛനും എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. ഇവരെല്ലാം 1-2 വട്ടം കോംപ്രമൈസ് ടോക്കിനൊക്കെ പോയിരുന്നു പോലും. എന്നിട്ടും എല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കും വീണ്ടും അവൾ അവിടെ നിർത്തിയത്? പക്ഷെ എനിക്ക് തോന്നുന്നത് വീട്ടുകാരുടെ ഭാഗത്തുനിന്നും അത്ര വേണ്ടത്ര സപ്പോർട്ട് ഉണ്ടായി കാണില്ല. ചിലപ്പോൾ വിചാരിച്ചു കാണും, വീട്ടിൽ തിരിച്ചു പോയ വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ, എന്നെ സഹിക്കേണ്ടി വരില്ലേ, നാണക്കേടാവില്ലേ
എന്നൊക്കെ കരുതി കാണും. അച്ഛൻ പറയുന്നുണ്ട്, മകളുടെ നീതിക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെ പോകുന്നു. പക്ഷെ ഇനി നീതി വാങ്ങിക്കൊടുത്തിട്ട് എന്താ കാര്യം? കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഒരു വ്യക്തി ജീവനോടെ ഇരിക്കുമ്പോഴല്ലേ ആ വ്യക്തിക്ക് സപ്പോർട്ടും നീതിയും എല്ലാം വേണ്ടത്. ഞാൻ ആ വീട്ടുകാരെ പൂർണ്ണമായിട്ടും തെറ്റു പറയില്ല. ആ മകൾക്ക് കുറച്ചും കൂടിയൊക്കെ സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ, കുറച്ചും കൂടി ധൈര്യം കൊടുത്തിരുന്നെങ്കിൽ അവൾക്ക് ഇന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു. പിന്നെ ഭർത്താവിൻ്റെയും വീട്ടുകാരെയും കാര്യം, ഈ നാട്ടിൽ എന്തുമാത്രം നിയമങ്ങളാണുള്ളത്. ഒരു സ്ത്രീയും ബോഡി ഷെയ്മിങ് ചെയ്യാൻ പാടില്ല. അത് ശരീരത്തിൻ്റെ പേരിലായാലും നിറത്തിൻ്റെ പേരിലും മുടിയുടെ പേരിലും ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ പേരിലും ഒന്നും തന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഇത്രയൊക്കെ നമ്മളെ നാട്ടിലെ നിയമങ്ങൾ ഉണ്ടായിട്ടും ഇതുപോലെ അവസ്ഥ സ്ത്രീകൾക്ക് വരുന്നുണ്ടെങ്കിൽ അതിനൊന്നേ പറയാനുള്ളൂ, നമ്മുടെ നാട്ടിലെ നിയമമൊന്നും ശാശ്വതമല്ല. ഈ നിയമങ്ങൾ എല്ലാം തന്നെ ഒരു കാര്യവുമില്ല. എന്തോ വെള്ള പേപ്പറിൽ എഴുതി വെച്ച എന്തോ വലിയ സംഭവം മാത്രം. ഇവിടെ ജിസ്മോൾ എല്ലാ നിയമങ്ങളും അറിയാവുന്ന ഒരു സ്ത്രീയാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഈ സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റായി ജീവിക്കാൻ പഠിക്കണം. ഇൻഡിപെൻഡൻ്റായി ആരെയും ആശ്രയിക്കാണ്ട് ജീവിക്കാനുള്ള ധൈര്യം കാണിക്കണം. ഈ വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും എല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവരെന്നും കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മളെയാണ് ജീവിതം. അങ്ങനെ നാണക്കേട് വിചാരിച്ചുകൊണ്ടിരുന്ന നമുക്കൊരു ജീവിതം ഉണ്ടാവില്ല. എനിക്ക് പറയാനുള്ളത്, സ്ത്രീകളോട് അല്പമെങ്കിലും സമൂഹത്തിൽ ജീവിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ഈ അവസ്ഥയായിരിക്കും വരിക. ശരിക്കും പറഞ്ഞാൽ എല്ലാ മാതാപിതാക്കളും പെൺകുട്ടികളെ വളർത്തുമ്പോൾ കുറച്ച് ഇൻഡിപെൻഡൻ്റായി വളർത്തണം. എല്ലാം സഹിച്ചു നിൽക്കണം എന്ന് പറയുന്ന മാതാപിതാക്കളും ഉണ്ടാവും. സ്ത്രീ ഭൂമിയോളം സഹിച്ചു നിൽക്കണം എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ടാവും. അങ്ങനെ സഹിച്ചാണ് അവസാനം ഈ അവസ്ഥ വരുന്നത്. നമ്മൾ സ്ത്രീകൾ കുറച്ചും കൂടി സ്ട്രോങ് ആവണം. എന്ത് വന്നാലും നേരിടാനും മാനസികമായിട്ട് എല്ലാത്തിനെയുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു ധൈര്യം നമുക്ക് ആദ്യം ഉണ്ടാവണം. ഇനിയെങ്കിലും ഇതുപോലുള്ള ഓരോ സംഭവങ്ങൾ ആവർത്തിക്കാണ്ടിരിക്കാൻ നമ്മൾ സ്ത്രീകൾ കുറച്ചും കൂടി ബോൾഡ് ആവണം. മാനസികമായിട്ട് കുറച്ചും കൂടിയൊക്കെ സ്ട്രെങ്ത് ആവണം. എന്ത് വന്നാലും കുറച്ചും കൂടി പോസിറ്റീവായിട്ട് നേരിടാനുള്ള ഒരു ശക്തി ഉണ്ടാവണം.